കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മാലയുടെ പേര് പറഞ്ഞിട്ട് രേവതി സച്ചിയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് സച്ചിയെ വിളിച്ചിട്ട് രവീന്ദ്രനെ ഉപദേശിക്കുന്നുണ്ട് മാല കൊണ്ട് പണയം വെച്ച കാര്യത്തില്. പിന്നീട് രേവതിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ രേവതി പരാതികളും പരിഭവങ്ങളും ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്, ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാലയാണെങ്കിൽ സച്ചി കൊണ്ട് പണയം വെച്ച് അറിഞ്ഞപ്പോ തന്നെ രേവതിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. തന്റെ അമ്മ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി തന്നല്ലേ, അപ്പൊ അത് സച്ചിക്ക് കൊണ്ട് ഒരിക്കലും വെക്കാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ തന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു വെക്കുന്നതിന് മുമ്പ്, ഇന്ന കാരണത്തിന് ഞാൻ കൊണ്ടേ ഒന്ന് പണയം വെച്ചോട്ടെ എന്ന് ചോദിക്കായിരുന്നു. അതുപോലും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം വെച്ചിട്ട് കൊണ്ട് കുടിക്കാനായിരുന്നു. അങ്ങനെ ഒരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നെ ഇതിന്റെ പേരിൽ രണ്ടുപേരും വഴക്കുണ്ടാവുകയാണ്. സച്ചി അങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ പോയി അങ്ങോട്ട്. പിന്നീട് രാത്രി സച്ചി വീട്ടിൽ വന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ഗേറ്റിന് പുറത്ത് കാറെ കിടന്നുറങ്ങുന്ന സച്ചിനെ കണ്ടത്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ വന്ന് കിടന്നുറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എല്ലാവരോടും. ഒരു മാലയുടെ പേരിൽ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടായത്. പിന്നീട് രവീന്ദ്രൻ അവനെ ഉപദേശിക്കുന്നുണ്ട്, സച്ചി ഞാൻ പറയുന്നത് നീ കേൾക്കണം, നീ എന്തിനാ കൊണ്ടേ പണയം വെച്ചെന്ന് എനിക്ക് അറിയില്ല. രേവതി നിന്നോട് ചോദിച്ചു കാണും, പക്ഷെ നിനക്ക് എന്തിനാ കൊണ്ടേ പണയം വെച്ചെന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിലും അവളുടെ വീട്ടിൽ നിന്ന് തന്ന മുതലല്ലേ, അതൊന്ന് പണയം വെക്കാൻ നേരത്ത് അവളോട് ഒരു വാക്ക് ചോദിക്കേണ്ട കടമ എനിക്കില്ലെന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞു, ഞാനിതിനാ അവളോട് ചോദിക്കുന്നേ, ഇതെനിക്ക് അവളുടെ വീട്ടുകാർ ഇഷ്ടപ്പെട്ട് തന്നതല്ലേ, അപ്പൊ ഇത് എനിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാണ്. അല്ലെങ്കിൽ പിന്നെ അവൾക്കായിട്ട് കൊടുത്താണെങ്കിൽ അവളുടെ കൊടുക്കണമായിരുന്നു, എനിക്കായിട്ട് തന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എടാ അങ്ങനെയൊക്കെ പറയും, ഭാര്യയുടെ വീട്ടിൽ നിന്ന് എത്ര ചെറുതാണെങ്കിലും അവർ തന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലുത് തന്നെയായിരിക്കും. സച്ചി പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 10-25 പവൻ തന്ന പോലെയാണല്ലോ എന്ന് പറയണ. എടാ പവനിലൊന്നുമില്ല കാര്യം, അവൾക്കത് പ്രിയപ്പെട്ട അവളുടെ അമ്മ കൊടുത്ത മുതലല്ലേ, അപ്പൊ അത് നീ കാത്തു സൂക്ഷിക്കുന്നൊരു വിചാരം അവൾക്കുണ്ടായിരിക്കും. പിന്നെ നീ എന്തിനാ അവളോട് കള്ളം പറഞ്ഞ് അത് കൊടുത്തു മാറാൻ കൊടുത്തെന്ന് അതിന്റെ ആവശ്യം ഉണ്ടായാലും ചോദിക്കുക. അച്ഛാ അത് ആ സമയത്തൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ, അല്ല എന്നാ നീ കാര്യം പറ, എന്തിനാ കൊണ്ട് പണയം വെച്ചേ. അച്ഛാ അത് പിന്നെ ഞാൻ എന്താ നിനക്ക് ഉത്തരവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നു. രേവതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അങ്ങോട്ട് ഈ സച്ചിയുടെ വർത്താനമൊക്കെ. അവസാനം രേവതി പറഞ്ഞു, എനിക്കറിയാം നിങ്ങളത് കൊണ്ടുപോയി വിൽക്കുവോ അതോ പണയം വെക്കുവോ എന്തോ ചെയ്തു, എന്നിട്ട് അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാണ്, കഴിഞ്ഞ ദിവസം പാർട്ടി നടത്തിയില്ലേ, ആ പൈസക്കല്ലേ നിങ്ങൾ പാർട്ടി നടത്തിയെന്ന് വെക്കുക. സച്ചിയുടെ പിടിവിട്ടു. സച്ചി പറഞ്ഞു, അതേടി അതിനു വേണ്ടി തന്നെ ഞാൻ ചെയ്തതെന്ന് പറയണ്. രേവതിക്ക് സഹിച്ചില്ല. രേവതി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അവസാനം സച്ചി പറഞ്ഞു, നീ അതിന് ഇത്രമാത്രം എന്തിനാ കിടന്ന് ദേഷ്യപ്പെടുന്നേ, എന്റെ വീട്ടിൽ നിന്ന് തന്ന പൈസയും കൊണ്ടല്ല നീ അത് വാങ്ങിയത്, നീ ഇത്രയൊക്കെ അഹങ്കാരം ഒന്നും കാണിക്കണ്ടെന്ന് പറയാം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒന്നുകൂടെ സങ്കടവും ദേഷ്യം വന്നു. അപ്പൊ ആരുടെ ആണെങ്കിലും പൈസയല്ലേ, ആ പൈസയ്ക്ക് മേടിച്ച് തന്ന സാധനത്തിന് ഇങ്ങനെ ഒരു വിലയില്ലാതായി കളയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് വിലയില്ലോ, അങ്ങനെ പണത്തിന് വില ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര പൈസയ്ക്ക് ഇങ്ങനെ കുടിച്ച് കളയില്ലോ എന്ന് പറയാം. സച്ചിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടവും ദേഷ്യവും ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അധികം സച്ചി നശിപ്പിക്കാറില്ല കുടിച്ച്, വണ്ടിക്ക് CC അടയ്ക്കണം, പിന്നെ കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും, അല്ലാതെ ഒരു കാരണവശാലും അതുകൊണ്ട് പണയം വെച്ച് കുടിക്കില്ല. അത് രവീന്ദ്രനും അറിയാം. രവീന്ദ്രൻ പിന്നെ അവളെ രേവതിനെ ഉപദേശിക്കുന്നുണ്ട്, സച്ചി ഒരു കാരണവശാലും അങ്ങനെ കൊണ്ട് പണയം വെക്കില്ല, അവൻ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും മോളെന്നൊക്കെ. പക്ഷെ ഇതൊന്നും രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രേവതി പറഞ്ഞില്ല, അച്ഛാ എനിക്കറിയാം ഇതല്ല ഇതിലപ്പുറവും ചെയ്യുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറയണം. ചന്ദ്രമതിക്ക് നല്ല സന്തോഷമായിരുന്നു അടി ഉണ്ടാക്കുന്ന കണ്ടപ്പം. അതേ കാലം ഇവിടെ വാഴില്ലെന്ന് ആദ്യം തന്നെ ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞ, ഇവള് ഇവനും കൂടെ കൂടിയിട്ട് ഈ വീട് മിക്കവാറും കുട്ടിച്ചോറാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വന്ന് കയറി അന്ന് തുടങ്ങിയതോടെ ഒച്ചപ്പാടും ബഹള ഇതുവരെയായിട്ടും അവസാനിച്ചിട്ടില്ല. എന്റെ സുധിയുടെ ജീവിതം നശിപ്പിച്ചു, വീണ്ടും വേണ്ടേ അടുത്തത്. ഇനി അധികം വൈകാതെ തന്നെ ഇവൾ ഈ വീട്ടിൽ നിന്ന് പൊക്കോളും, രണ്ടും രണ്ടു വഴിക്ക് ആയിക്കോളും. ആ ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിക്ക്. അതായിരുന്നു അവരുടെ ഉള്ളിലെ ആഗ്രഹം. ഇവള് കാരണം സുധി എത്രമാത്രം ഇപ്പൊ വേദനിക്കുന്നുണ്ട്. ഇവള് അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ തന്റെ മോൻ എത്ര സന്തോഷത്തോടെ കഴിയേണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന കല്യാണം തന്നെ മുടങ്ങിപ്പോ ഇവൾ ഒറ്റ എഴുത്തി കാരണം. ഇവളുമായിട്ടുള്ള ബന്ധം വന്നില്ലായിരുന്നെങ്കിൽ തന്റെ മോന് ആ പെണ്ണെ കിടന്നുള്ള സുഖമായിട്ട് ജീവിക്കേണ്ടതല്ലേ. അത് കാരണമല്ലേ ഇപ്പൊ സച്ചിയാണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണേ. അതൊക്കെ ചന്ദ്രമതിയെ സംബന്ധിച്ചോളം ഇവര് നമ്മളുടെ വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. വഴക്കുണ്ടാക്കി അടിച്ച് പിരിയുവാണ് ഏറ്റവും നല്ല അത് തന്നെയാണ്. അതാണ് ചന്ദ്രമതിക്ക് ഇഷ്ടം താനും. പിന്നീട് രേവതി തന്റെ സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെ അങ്ങ് ചെല്ലുന്നേ. പക്ഷെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി, സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ലോ, അവനൊരു കാരണമില്ലാതെ അങ്ങനെ ചെയ്യില്ല. അതിനെക്കുറിച്ചൊക്കെ രേവതിയോട് പറയുന്നുണ്ട്.
പക്ഷെ രേവതി പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ടാ, എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അയാളുടെ സ്വഭാവം എന്താന്ന്. കൂടെ കിടക്കുന്നത് ഞാനല്ലേ, അമ്മയല്ലോ എന്ന് പറയാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ, കാണുമ്പോൾ ചക്കര തേനെ പാലെന്നൊക്കെ ആയിരിക്കും അമ്മയോട് പറയണേ. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ല പെരുമാറുന്നത്. വിട്ടുപോത്തിനെ പോലെ ചില സമയത്ത് കടിച്ചു തിന്നാൻ വരും. ഞാൻ എങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന അറിയാവോന്ന് പറയാണ്. ലക്ഷ്മിയമ്മ ഉദ്ദേശിക്കുന്നുണ്ട്, മോളെ നീ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോ, കുറച്ചാൾ കഴിയുമ്പോൾ അവന് സ്വഭാവം ശരിയാവെന്ന് പറയാം. രേവതി പറഞ്ഞു, പിന്നെ ശരിയാകും, എവിടെ നിന്ന് ശരിയാവാനാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ പൈസ ഇല്ലാതെ വന്നു കഴിയുമ്പത്തിനും എൻ്റെ ദേഹത്ത് കിടക്കുന്ന സ്വർണം കൂടെ കൊണ്ടേ പണയം വെക്കുന്ന എനിക്ക് തോന്നുന്നേ. അത് മിക്കവാറും ഉടനെ ഉണ്ടാവും, അതും അമ്മയ്ക്ക് കാണാന്ന് പറയണം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണേ. ശരത്തും സച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രേവതി അല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു, എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നേ, സങ്കടങ്ങൾ പറയാൻ വന്ന ഇപ്പോഴാണ്ടേ വാതി പ്രതിയായ അവസ്ഥയായിപ്പോയി. അമ്മയ്ക്ക് അല്ലേലും അമ്മയുടെ മരുമോനോടല്ല താല്പര്യം. ഞാൻ ഇവിടെ നീ പോയാൽ പിന്നെ എന്നെ ആർക്കും വേണ്ട, കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞമിട്ടാ, തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയാം. ഇനിയിപ്പോൾ വിഷമം പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇതിനേക്കാളും ഭേദം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, വെറുതെ ഇത്ര എൻ്റെ സമയം കളയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് പോവാണ്. ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി രേവതി പോയപ്പോൾ. രേവതിയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ രേവതി നിന്നൊന്നുമില്ല. പിന്നീട് വന്ന് ദേവു പറഞ്ഞു, അമ്മ വെറുതെ എന്തിനാ ചേച്ചിന് ചീത്ത പറഞ്ഞ് പറയണ്ടായിരുന്നു, കാര്യം എന്താണെന്നറിയാതെ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ദേവു, നിനക്കറിയത്തില്ല ഒരു ജീവിതം കിട്ടാനായിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നറിയോ. പക്ഷെ സച്ചിനെ സംബന്ധിച്ചോളം ഞാൻ അവനെ കണ്ടെടുത്തേ വെച്ച് അവൻ നല്ലവനാ, നല്ലൊരു ഭർത്താവ് അവന്. പക്ഷെ രേവതിക്ക് അവന് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാ പിന്നെ ഇഷ്ടപ്പെട്ടല്ലോ രണ്ടുപേരും കല്യാണം കഴിച്ചത്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊന്ന് പരിചയപ്പെട്ട് ഒന്ന് സെറ്റായി വന്നു കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഒരു പ്രണയ വിവാഹമൊന്നും അല്ല, അതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജും അല്ല, പെട്ടെന്നൊരു നിമിഷം കല്യാണം കഴിച്ചല്ലേ, അതും എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി മുന്നോട്ട് പോകണം. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഓടി വീട്ടിലേക്ക് വരുവാണ് ചെയ്യണ്ടേ, അവളവിടെ നിൽക്കല്ലേ ചെയ്യണ്ടേ. ഇപ്പം ഈ പ്രശ്നം വന്നു കഴിയുമ്പോൾ ഞാൻ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അവൾക്കത് വളവായിട്ട് മാറുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾ ഇങ്ങോട്ട് ഓടി വരും. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിനെ മനസ്സിലാക്കി ജീവിക്കട്ടെ. ഞാൻ കണ്ടിടത്തോളം അവൻ നല്ലവനാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര നാളായല്ലോ അവനെക്കൂടി ഇന്നും ഒരു ദോഷം കുടുംബത്തിലുണ്ടായിട്ടില്ല. പിന്നെ അവൻ്റെ സംസാരം പെരുമാറ്റ രീതിയൊക്കെ നമുക്കറിയാലോ. ദേവു ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലവനാണോ ചീത്തയാണോ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. പക്ഷെ ദേവുവിന് ചേച്ചിയുടെ സൈഡ് നിൽക്കാനായിരുന്നു ദേവുവിന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ രേവതി സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു വേദന വന്നപ്പോൾ വീട്ടിലേക്ക് വിഷമം പറയാൻ പോയതാ. പട പിടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പടം എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. അവിടെയും തനിക്കാരും തുണയിരുന്നത് മനസ്സിലായി. ഇനിയിപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ തന്നെ പൊരുതി നിന്നിട്ടേ കാര്യമുള്ളൂ. ഇപ്പം പണയം വെക്കുവോ വിൽക്കുവോ എന്ത് വെള്ളം ചെയ്യട്ടെ, ഇനിയിപ്പോൾ ഒരു കാര്യത്തിലും താൻ ഇടപെടാൻ പോകുന്നില്ല, എന്ത് വെള്ളം ആയിക്കോട്ടെ എന്നൊക്കെ ഓർത്ത രേവതി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ അവസാനം രേവതി സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. സച്ചി എന്തിനാ കൊണ്ടേ മാല പണയം വെച്ചെന്നൊക്കെ അതറിഞ്ഞു കഴിയുമ്പോഴത്തേനും രേവതി വല്ലാത്ത സങ്കടപ്പെടുന്നുണ്ട്. സച്ചിനെ താൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.